കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന പലരും നേടുന്നൊരു പ്രധാന പ്രശ്നമാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നുള്ള ബുദ്ധിമുട്ട്. ഒരുപാട് പേർക്ക് മലയാളം ടൈപ്പ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതുപോലെ തന്നെ നോട്ട് പാഡ്, വാറ്റ് പാഡ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ബ്രൗസറിനകത്താണെങ്കിൽ കൂടി മലയാളം എങ്ങനെ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി മലയാളം ടൈപ്പിംഗ് എന്ന് പറഞ്ഞിരിക്കേണ്ട, നമുക്ക് നമ്മുടെ ഫോണിനകത്തൊക്കെ മലയാളം ടൈപ്പ് ചെയ്യുന്ന മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന വേണ്ട. വിൻഡോസിനകത്ത് തന്നെ ചെറിയൊരു സെറ്റിംഗ്സിൽ മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ലാംഗ്വേജ് എന്ന് സെർച്ച് ചെയ്യുക. ലാംഗ്വേജ് സെറ്റിംഗ്സ് എടുക്കുക. ആഡ് ചെയ്യാൻ ലാംഗ്വേജ്. ഇവിടെ നമുക്ക് ഏത് ലാംഗ്വേജാണ് ആഡ് ചെയ്യേണ്ടത് ആ ലാംഗ്വേജ് സെർച്ച് ചെയ്യുക. ഇവിടെ മലയാളം എന്ന് സെർച്ച് ചെയ്യുകയാണ്. ശേഷം മലയാളം സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇൻസ്റ്റാൾ പ്രസ് ചെയ്യുക. ഇവിടെ മലയാളം ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ആഡ് ചെയ്യുക, കീബോർഡ് കൊടുക്കുക. അവിടെ മലയാളം ഫോണറ്റിക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാം. ഇവിടെ എക്സലിനകത്ത് മലയാളം ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ENG എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും നമ്മുടെ ടാസ്ക് ബാറിൽ. അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മലയാളം ഫോണറ്റിക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് എക്സലിനകത്ത് ഇതുപോലെ മലയാളം ടൈപ്പ് ചെയ്യാം. അതുപോലെ നമുക്ക് വേർഡിനകത്തോ പവർ പോയിന്റിനകത്തോ നോട്ട് പാഡിനകത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ മലയാളം ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് മലയാളം എന്ന് കാണുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇംഗ്ലീഷ് US കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. ഇത്തരത്തിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷും മലയാളവും കുറച്ചുകൂടി വേഗത്തിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിലെ വിൻഡോസ് കീ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സ്പേസ് ബാർ പ്രസ് ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് സ്പേസ് ബാർ പ്രസ് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.